ഇസ്രായേലിന്റെ അങ്ങേയറ്റത്തെ കാരുണ്യത്തിന്റെ നന്മയുടെ മനോഹരമായിട്ടുള്ള ഒരു വാർത്തയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ ഇപ്പോ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. ഗാസയിൽ ഇസ്രായേലി സൈന്യം 3 ദിവസത്തേക്ക് വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരിക്കുന്നു. രാവിലെ 6 മുതൽ വൈകിട്ട് 3 വരെയാണ് ഈ ഒരു വെടിനിർത്തൽ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇത് മറ്റൊന്നിനു വേണ്ടിയല്ല, അവിടെയുള്ള ഗാസയിലെ കുട്ടികൾക്ക് പോളിയോ വാക്സിനേഷൻ കൊടുക്കുന്നതിനുള്ളൊരു വെടിനിർത്തലാണ്. ഈ ഒരു സമയത്തിനുള്ളിൽ 6,40,000 കുട്ടികൾക്ക് പോളിയോ വാക്സിനേഷൻ കൊടുക്കാൻ സാധിക്കുമെന്നാണ് വിലയിരുത്തുന്നത്. ഈ ഒരു വാർത്തയൊക്കെ കേട്ടിട്ട് ആരും തന്നെ തെറ്റിദ്ധരിക്കേണ്ട. ഹമാസികളാണ് ഗാസയിലെ കുട്ടികൾക്കൊക്കെ പോളിയോ വാക്സിനേഷൻ കൊടുക്കാൻ പോകുന്നത് എന്ന്. ഇത് കൃത്യമായിട്ട് ഗാസയിൽ ഇതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ ചെയ്യുന്നത് ഐക്യരാഷ്ട്ര സംഘടനയാണ്, ലോകാരോഗ്യ സംഘടനയാണ് പോളിയോ വാക്സിനേഷൻ ഒക്കെ തന്നെ കൊടുക്കുന്നത്. ഇത് ഇസ്രായേലിന്റെ നന്മയാണ്, കാരുണ്യമാണ് എന്നൊക്കെ പറയുമ്പോൾ പല ആളുകളും ചോടി വീണ് പറയാൻ സാധ്യതയുണ്ട്, ഓ ഗാസ അത്രത്തെ രീതിയിൽ നശിപ്പിച്ചിട്ട് ഇത് കാരുണ്യമാണോ എന്നൊക്കെ ആരെങ്കിലും ചോദിക്കുന്നുണ്ടെങ്കിൽ അവരോടൊക്കെ തന്നെ പറയാനുള്ളത്, നിലവിൽ ഇസ്രായേലും ഈ പാലസ്തീൻ എന്ന് പറയുന്നത് ഒരു രാജ്യം എന്ന് പറയാൻ പറ്റില്ലല്ലോ, അതൊരു പ്രദേശമാണല്ലോ. അപ്പോ ആ ഗാസ എന്ന പ്രദേശം, അതായത് ഹമാസികളുമായിട്ട് ഇസ്രായേൽ ഒരു നേരിട്ട യുദ്ധത്തിലിരിക്കുന്ന ഒരു സമയത്താണ്. പ്രത്യേകിച്ച് ഗാസയിൽ നിലവിൽ തന്നെ ഇസ്രായേലി ബന്ദികളായിട്ടുള്ള 100ഓളം ആളുകള് ഹമാസിന്റെ കയ്യിലുണ്ട്. ആ സന്ദർഭത്തിൽ പോലും, അതായത് ഇസ്രായേലിൽ ഇപ്പൊ വലിയ പ്രക്ഷോഭങ്ങളൊക്കെ നടക്കുന്നുണ്ട്. എന്താണ് ഹമാസിൽ നിന്ന് ഈ സമയത്തും ബന്ദികളെ വിട്ടുകിട്ടാത്തത് എന്ന വലിയ പ്രക്ഷോഭങ്ങൾ ഇസ്രായേലിൽ നടന്നുകൊണ്ടിരിക്കുമ്പോഴോ ഇസ്രായേലി ഭരണകൂടം വളരെ വ്യക്തമായിട്ട് മുന്നോട്ട് വെക്കുന്നത് പോളിയോ വാക്സിനേഷൻ ഒക്കെ കൊടുക്കാനുള്ളൊരു സമ്മതം എന്നൊക്കെ പറയുന്നത് അത് അങ്ങേയറ്റത്തെ കാരുണ്യമാണ്, നന്മയാണ് എന്നുള്ളതിൽ ഒരു തർക്കവും തന്നെ ആർക്കും വേണ്ട. ഈ ഒരു വാർത്തയൊന്നും നമ്മുടെ മാധ്യമങ്ങൾ കണ്ട ഭാവം പോലും നടിക്കില്ല. ഇതൊക്കെ ഈ നമ്മുടെ മാധ്യമങ്ങളിലൂടെ വാർത്ത വന്നു കഴിഞ്ഞാല് അതിവിടെയുള്ള തീവ്രചിന്താഗതിക്കാർക്ക്, സുഡുകൾക്ക്, മൗദൂദികൾക്ക്, തീവ്രചിന്താഗതിക്കാർക്കൊന്നും പിടിക്കില്ലല്ലോ. ഇതൊക്കെ ബോധമുള്ള ആളുകളൊക്കെ ഈ ഒരു വാർത്ത കേട്ടാൽ ഇസ്രായേലിന്റെ നന്മയോർത്ത് അവരെ അഭിനന്ദിക്കില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ മാധ്യമങ്ങൾ, ബഹുഭൂരിപക്ഷം മാധ്യമങ്ങൾ മനഃപൂർവ്വം ഈ വിഷയത്തേക്ക് മറച്ചു പിടിച്ച് മുന്നോട്ടു പോവുകയാണ് ചെയ്യുന്നത് എന്നും സകല ആളുകളും തിരിച്ചറിയണം. മാധ്യമങ്ങളുടെ കാര്യം പറയുമ്പോഴാണ് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് തന്നെ ഒരു ബന്ദിയെ ഇസ്രായേൽ മോചിപ്പിച്ച സമയത്ത് കേവലം ഒരു ബന്ദി എന്ന് മാത്രം അവരൊക്കെ തന്നെ പരമാവധി വാർത്ത കൊടുത്തിട്ടുള്ളത്. അതായത് ഇസ്രായേലി മുസ്ലിമായിട്ടുള്ള ഒരു ബന്ദിയാണ് മോചിപ്പിച്ചത് എന്ന് നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷം മാധ്യമങ്ങൾക്കും പറയാൻ മടിയായിരുന്നു. ബന്ദി എന്ന് മാത്രമേ അവര് വാർത്ത കൊടുത്തുള്ളൂ. കാരണം മുസ്ലിം ബന്ദി എന്ന് പറയുമ്പോൾ ഇവിടെ തീവ്രചിന്താഗതിക്കാർക്കും, സുഡുകൾക്കും, മൗദൂദികൾക്കൊന്നും പിടിക്കില്ലല്ലോ. അതുകൊണ്ട് ആ വാർത്ത പോലും ബന്ദി എന്ന് മാത്രം ഒതുക്കിയതും നമ്മളെല്ലാവരും തന്നെ തിരിച്ചറിഞ്ഞതാണ്. നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷം മാധ്യമങ്ങളും ആർക്കൊപ്പമാണ് എന്നുള്ളത് സകല ആളുകളും തിരിച്ചറിയണം. ഇത്രത്തോളം വലിയ രീതിയിൽ കാരുണ്യവും നന്മയൊക്കെ ചെയ്തുകൊണ്ട് തന്നെയാണ് എക്കാലഘട്ടത്തിലും ഇസ്രായേൽ എന്ന രാജ്യം മുന്നോട്ട് പോയിട്ടുള്ളത്. അതൊന്നും വെറുതെ പറയുകയാണെന്ന് ആരും തന്നെ കരുതേണ്ട. ഈ ഗാസ പോലും ആരുടെ കയ്യിലായിരുന്നു? അത് ഈജിപ്തിന്റെ കയ്യിലല്ലായിരുന്നോ? ആ ഈജിപ്തിനോട് യുദ്ധം ചെയ്ത് പടവെട്ടിക്കൊണ്ട് ഈ ഗാസ തിരിച്ചു പിടിച്ചതൊക്കെ ആരാണ്? ഇസ്രായേലും ഇസ്രായേലി സൈന്യവുമല്ലേ? എന്നിട്ട് പിടിച്ചെടുത്തിട്ട് ഇസ്രായേലിനോട് ചേർത്ത് പിടിക്കുകയാണോ ചെയ്തിട്ടുള്ളത്? അല്ല, അത് പാലസ്തീൻ ജനതക്ക്, ഗാസൻ ജനതക്ക് വിട്ടുകൊടുക്കുകയല്ലേ ചെയ്തിട്ടുള്ളത്. അതിനുശേഷം വിട്ടുകൊടുത്തത് മാത്രമാണോ? അവിടേക്ക് പച്ചവെള്ളം, വൈദ്യുതി, സകല സൗകര്യങ്ങളും അവിടെയുള്ള ജനതക്ക് ഇസ്രായേലി എന്ന രാജ്യം കൊടുത്തത് നമ്മളെല്ലാവരും തന്നെ കണ്ടതാണ്. അതായത് ഈജിപ്തിനോട് പടവെട്ടി തിരിച്ചു പിടിച്ചിട്ട് അത് പാലസ്തീനിൽ, അത് ഗാസയിലെ ജനതക്ക് തന്നെ കൊടുത്തൊരു പാരമ്പര്യമുള്ള മഹത്തായ രാജ്യമാണ് ഇസ്രായേലി എന്ന് പറയുന്നത്. ആ ഗാസയിലെ സാധാരണക്കാർ ഒക്ടോബർ 7 വരെ സകല സ്വാതന്ത്ര്യത്തിലുമല്ലായിരുന്നു ജീവിച്ചിട്ടുണ്ടായിരുന്നത്. എന്തുകൊണ്ടാണ് ഇസ്രായേൽ ശക്തമായിട്ടുള്ള ഒരു ആക്രമണത്തിന് ഇറങ്ങിയത്? ഒരൊറ്റ കാരണമല്ലേ ഉള്ളൂ. അവിടെയുള്ള ഹമാസ് എന്ന ഭീകര സംഘടന ഈ ഇസ്രായേലിലേക്ക് കടന്നു കയറി 1000-ലധികം ആളുകളെ തോന്നിയതുപോലെ കൊലപ്പെടുത്തി അതുമായി ബന്ധപ്പെട്ട് തിരിച്ചടിക്കിറങ്ങിയ
സമയത്തല്ലേ ഇസ്രായേൽ ഇതുപോലെ ഗാസയിൽ നിരത്തി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്? ഇന്നും ഇസ്രായേലി ബന്ദികൾക്ക് വേണ്ടിയാ ഇസ്രായേൽ സൈന്യം ശക്തമായിട്ടുള്ള പോരാട്ടം നയിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഗാസയിൽ ഇന്നും ബന്ദികളെ അവിടെ ഹമാസികൾ പിടിച്ചു വെച്ചിട്ടുണ്ട്. ആ സന്ദർഭത്തിൽ ഒരു ശത്രു സ്ഥലമല്ലേ, ഒരു ശത്രു സംഘടന, ഭീകര സംഘടന കൊണ്ടു നടക്കുന്ന ഒരു ജനതക്ക് ഈ ഇസ്രായേൽ ഒരു കാരുണ്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഈ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ നന്മയാണെന്ന് സുബോധമുള്ള സകല ആളുകൾക്കും വളരെ ലളിതമായിട്ട് തന്നെ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഈ ഭീകരവാദ സംഘടനകൾ കാരണം എന്തൊക്കെ പ്രശ്നങ്ങളാണ് അവിടെയുള്ള സാധാരണക്കാര് പോലും ബുദ്ധിമുട്ടി മുന്നോട്ട് പോകുന്നത്. ഇപ്പൊ വെസ്റ്റ് ബാങ്കിലെ അവസ്ഥ എന്താ? 20 വർഷക്കാലത്തിന് ശേഷം ആദ്യമായിട്ടല്ലേ ഇസ്രായേൽ ഇതുപോലൊരു വലിയ സൈനിക നീക്കം ഇപ്പൊ വെസ്റ്റ് ബാങ്കിലേക്ക് നടത്തിയിട്ടുള്ളത്. അതിന്റെ കാരണം എന്താ? ഒരു ചാവേർ വെസ്റ്റ് ബാങ്കിൽ നിന്ന് ഇതേ ഇസ്രായേലിലേക്ക് വരുന്നു, സ്വയം പൊട്ടിത്തെറിക്കുന്നു. അതിനുശേഷമല്ലേ ഇസ്രായേൽ ശക്തമായിട്ട് വെസ്റ്റ് ബാങ്കിലേക്ക് കടന്നു കയറിയിട്ടുള്ളത്? നിങ്ങളൊന്ന് ആലോചിക്കണം. ആ ചാവേർ ആക്രമണത്തെ പോലും നമ്മുടെ കേരളത്തിൽ വലിയ രീതിയിൽ പിന്തുണ കൊടുത്തിട്ടുണ്ടായിരുന്നു. വലിയ രീതിയിൽ പിന്തുണ കൊടുത്തിട്ട് ആ പിന്തുണയൊക്കെ കൊടുക്കുന്നതൊക്കെ ഭീകരവാദത്തിന് മാത്രമാണ്. അവരൊക്കെ മനുഷ്യത്വത്തിന് വേണ്ടി ഇവിടെയുള്ള ഈ പറയുന്ന പാലസ്തീൻ ജനത എന്ന് പറയുന്ന കള്ളത്തരം വിളിച്ചു പറയുന്ന ആളുകളൊക്കെ യഥാർത്ഥത്തിൽ മനുഷ്യത്വമുള്ളവരാണെങ്കിൽ ചാവേർ ആക്രമണത്തെ പിന്തുണയ്ക്കാൻ സാധിക്കുമോ? ഈ പോളിയോ വാക്സിനേഷൻ കൊടുക്കുന്ന വാർത്ത കൊടുക്കണ്ടേ? നമ്മുടെ കേരളത്തിൽ നിന്നുകൊണ്ട് ഒരുപാട് ആളുകൾ മനുഷ്യത്വം എന്നൊക്കെ പറയുന്നത് കപടതയാണ്. അവർ ഡയറക്റ്റ്ലി ഹമാസ് എന്ന ഭീകര സംഘടനയെ യാതൊരു ഉളുപ്പുമില്ലാതെ പിന്തുണക്കുകയാണെന്നുള്ളതൊക്കെ സുബോധമുള്ള സകല ആളുകളും തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുക. ഇപ്പൊ പോളിയോ വാക്സിനേഷൻ പോലും ഇസ്രായേൽ കൊടുക്കുന്നു. ഇതൊക്കെ വലിയ രീതിയിൽ ഇസ്രായേലിനെതിരെ എന്ത് ചെറിയ വാർത്ത കിട്ടിയാലും നമ്മുടെ മാധ്യമങ്ങൾ വലിയ രീതിയിൽ വാർത്ത കൊടുക്കാറുണ്ട്. ഇത് അങ്ങേയറ്റത്തെ ഒരു കാരുണ്യം, നന്മ ഇസ്രായേൽ ചെയ്തിട്ട് നമ്മുടെ മാധ്യമങ്ങളൊന്നും തന്നെ കൊടുക്കുന്നില്ല എന്നുള്ളത് സകല ആളുകളും ഗൗരവത്തിൽ തന്നെ തിരിച്ചറിയേണ്ടത് തന്നെയാണ്. ഈ ഇസ്രായേലാണ് ലോകത്ത് സമാധാനത്തിനു വേണ്ടി പോരാടുന്നത്. ഹമാസും ഹിസ്ബുല്ലയും ഹൂത്തിയും ഒക്കെ ഭീകരവാദ സംഘടനകളാണെന്ന് സകല ആളുകളും തിരിച്ചറിയുക. അവർക്ക് മനുഷ്യത്വമോ മനുഷ്യർക്കൊരു വിലയോ ഇല്ലാത്ത വർഗമാണെന്ന് സകല ആളുകളും തിരിച്ചറിയുക. മനുഷ്യത്വം എന്ന് പറയുന്നതൊന്നും അവർക്ക് തൊട്ടു തീണ്ടിയിട്ടില്ല. അതായത് ഈ ഹമാസ് എന്താ മുന്നോട്ട് വെക്കുന്നത്? സകല ജൂതന്മാരും ഈ പറയുന്ന ഇസ്രായേലിൽ നിന്ന് നാട് വിട്ടു പോകണമെന്ന്. എന്നാൽ ഇസ്രായേൽ എന്താ ഉയർത്തിപ്പിടിക്കുന്നത്? സകല അറബ് രാജ്യങ്ങളോടും പരമാവധി നല്ല രീതിക്ക് സൗഹാർദ്ദത്തിൽ മുന്നോട്ട് പോകണമെന്ന്. അതായത് ഇസ്രായേൽ പടപൊരുതുന്നത് കേവലം ഭീകരവാദ സംഘടനകളോട് മാത്രമാണ്. അതേസമയം ഹമാസിന്റെ പ്രഖ്യാപനം എന്താ? സകല ജൂതരും ഇസ്രായേലിൽ നിന്ന് പോവണമെന്ന്. ഇതൊക്കെ തന്നെ സകല ആളുകളും തിരിച്ചറിയുക. ഹമാസ് എന്നതൊരു ഭീകര സംഘടന തന്നെയാണ്. അത് ലോകത്ത് അവസാനിക്കേണ്ടത് ലോക സമാധാനത്തിന്റെ ആവശ്യം തന്നെയാണ്. സുബോധമുള്ള സകല ആളുകളും അടിയുറച്ചു തന്നെ ഇസ്രായേലിനൊപ്പം തന്നെയാണ് നിൽക്കേണ്ടത്.